റഹീസ്, അപ്പോൾ വാദങ്ങൾ പൊളിയുമ്പോൾ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തെളിയുകയാണ് എന്നുകൂടി മനസ്സിലാക്കണം അല്ലേ? രാജ്യസഭയിൽ അബ്ദുൽ വഹാബിന് ലഭിച്ച മറുപടി അത് പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി പിന്മാറാമെന്നതാണ്. അതുതന്നെയാണ് വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കാണിച്ചത്. വിനിത, LDF സ്വാഭാവികമായും പറയാൻ പോകുന്നതും ഇക്കാര്യമായിരിക്കും. PM3 കരാറിൽ നിന്ന് ഇനി UDF പറയുന്നത് പോലെ കരാറിൽ LDF സർക്കാർ ഒപ്പിട്ടെങ്കിൽ പോലും അതിൽ നിന്ന് പിൻവാങ്ങുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സവുമില്ല എന്ന കാര്യമായിരിക്കും LDF ഉന്നയിക്കുക. ഇപ്പോൾ തന്നെ അവർ ഉന്നയിക്കുന്ന കാര്യം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. 1, കരാറിൽ ഒപ്പിട്ടു. 2, കരാറിൽ ഒപ്പിട്ടതോടുകൂടി കേരളം PM3 പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അങ്ങനെ പറയാൻ സാധിക്കില്ല. കേരളം PM3 പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ സർക്കാർ സ്കൂളുകളെ തിരഞ്ഞെടുക്കണം. ആ സ്കൂളുകളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് കൊടുക്കണം. അവിടെ കേന്ദ്രം അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. അങ്ങനെ ഒരു സ്കൂളിന്റെ ലിസ്റ്റ് പോലും സംസ്ഥാനം തയ്യാറാക്കി കൊടുത്തിട്ടില്ല. മറ്റൊന്ന്, PM3 കരാറിൽ ഒപ്പിട്ട് കേരളം പൈസ വാങ്ങിയെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. അങ്ങനെ ഒരു പൈസയെ കേരളം വാങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. PM3 കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് മുമ്പ് തടഞ്ഞുവെച്ച വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട മറ്റു ഫണ്ടുകളാണ് കിട്ടിയത്. അതല്ലാതെ PM3യുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടുമല്ല കിട്ടിയത്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ലീഗിന്റെ രാജ്യസഭാ MP PV അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടി കൂടി പ്രതിപക്ഷത്തിനും CPIM-നും ഈ വിഷയത്തിൽ പിടിവള്ളിയാകും. കാരണം പിന്നോട്ട് പോയാൽ ഒരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കേണ്ടി വരില്ല എന്ന് ആ മറുപടിയിൽ പറയുന്നില്ലെങ്കിൽ പോലും ചോദ്യം കറക്റ്റാണ്. ഏതെങ്കിലും തരത്തിൽ ലീഗൽ നടപടി നേരിടേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു നടപടി നേരിടേണ്ടി വരും എന്ന ഉത്തരമില്ലാത്തിടത്തോളം കാലം PM3 കരാറിൽ ഒപ്പിട്ടാൽ അതിൽ ലഭിക്കുന്ന ഫണ്ട് ഒഴികെയുള്ള മറ്റു ഫണ്ടുകൾ കിട്ടുന്നതിലും തടസ്സമില്ല, നിയമ നടപടികൾ നേരിടേണ്ടി വരികയുമില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വാദം ശരിവെക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വന്നത് UDF ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെയാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് CPIM കടക്കും എന്ന കാര്യം ഉറപ്പാണ്. അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ്